ഹായ് ഓൾ. MBBS BDS കോഴ്സുകൾ പോലെ തന്നെ ആപ്ലിക്കൻസ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്ന മറ്റു രണ്ട് കോഴ്സുകളാണ് അഗ്രികൾച്ചറും വെറ്റിനറി സയൻസും. ഈ അഗ്രികൾച്ചർ വെറ്റിനറി സയൻസ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനം എങ്ങനെയാണ് എന്നത് ഒന്ന് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ഈ വീഡിയോയിലൂടെ. ശ്രദ്ധിക്കുക, അഗ്രികൾച്ചർ BSc ഹോണേഴ്സ് ഇൻ അഗ്രികൾച്ചർ ഓൾ ഇന്ത്യ കോട്ട വഴിയും സ്റ്റേറ്റ് കോട്ട വഴിയും അഡ്മിഷൻ നടക്കുന്നുണ്ട്. ഐക്കർ എക്സാം വഴി നടത്തിക്കൊണ്ടിരുന്ന BSc അഗ്രികൾച്ചർ ഈ വർഷം മുതൽ QET UG 2023 വഴിയാണ് നടക്കുക. ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ് QET UG 2023 വഴിയായിരിക്കും ഫില്ല് ചെയ്യുക. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ബാക്കി വരുന്ന സ്റ്റേറ്റ് കോട്ടാസ് ഏകദേശം 85% വരുന്ന സ്റ്റേറ്റ് കോട്ട ഫില്ല് ചെയ്യുന്നത് NEET UG 2023 ലാസ്റ്റ് റാങ്കിന്റെ ബേസിലായിരിക്കും. അതായത് നിങ്ങൾ NEET UG 2023 എക്സാം എഴുതുന്നു, അതനുസരിച്ച് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ KEAM 2023 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. അതിൻ്റെ ബേസിലാണ് ശരിക്കും നിങ്ങൾ കേരളത്തിലെ അഗ്രികൾച്ചറൽ കോളേജസിലേക്കുള്ള പ്രവേശനത്തിന് എലിജിബിലിറ്റി നേടുക. അപ്പം ഇതാണ്, ഈ രണ്ട് പോയിന്റുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യയിലെ വിവിധ അഗ്രികൾച്ചർ കോളേജസിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾ QET UG 2023 എഴുതണം. കേരളത്തിലാണ് നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ NEET UG 2023 എഴുതുകയും KEAMന് അപ്ലൈ ചെയ്യുകയും വേണം. BSc അഗ്രികൾച്ചറൽ അഡ്മിഷൻ നേടാനായി നിങ്ങൾ കേരളത്തിൽ 4 പ്രധാനപ്പെട്ട കോളേജുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഈ 4 പ്രധാനപ്പെട്ട കോളേജസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കോളേജ് എന്ന് പറയുന്നത് കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ വെള്ളാനിക്കര തൃശ്ശൂരാണ്. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് പ്രകാരം സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങളുടെ NEET UG സ്കോർ പ്രകാരമുള്ള കേരള റാങ്കിൽ 4403 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റിലെ ഏറ്റവും ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു അഗ്രികൾച്ചറിന് പ്രവേശനം നേടണമെങ്കിൽ നിങ്ങൾ ഏകദേശം 534 റേഞ്ചിൽ, ജനറൽ കാറ്റഗറി സ്റ്റുഡൻ്റ് ആണെങ്കിൽ 534 റേഞ്ചിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. ഇതേപോലെ തന്നെ തിരുവനന്തപുരത്തും കാസർഗോഡും വയനാടും അഗ്രികൾച്ചർ കോളേജുകളുണ്ട്. ഇവിടെ എല്ലാവരുടെയും 493 റേഞ്ചിലാണ് ശരിക്കും നിങ്ങൾ നീറ്റ് സ്കോർ നേടേണ്ടതായിട്ടുള്ളത്. അതായത് ഏകദേശം നിങ്ങളൊരു ജനറലി കാറ്റഗറി സ്റ്റുഡൻ്റ് ആണെങ്കിൽ കേരളത്തിൽ അഗ്രികൾച്ചർ അഡ്മിഷൻ നേടണമെങ്കിൽ യു ഹാവ് ടു സ്കോർ അബവ് 480+. ആപ്ലിക്കൻസ് നെക്സ്റ്റ് കൂടുതലായി പ്രയോറിറ്റൈസ് ചെയ്യാറുള്ള മറ്റൊരു കോഴ്സാണ് ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി പ്രോപ്പർലി നീറ്റ് ചാനൽ വഴിയായിരിക്കും എന്ത് ചെയ്യുക, പ്രവേശനം നടത്തുക. NEET UG 2023 സ്കോറിന്റെ ബേസിലാണ് ഓൾ ഇന്ത്യ കോട്ടയിലും അതേപോലെ തന്നെ സ്റ്റേറ്റ് കോട്ടയിലും നിങ്ങളുടെ അഡ്മിഷൻസ് പോസിബിൾ ആക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ NEET UG 2023 എഴുതിയാൽ കേരളത്തിലെ വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി കോളേജസിലേക്ക് KEAM വഴിയാണ് പ്രവേശനം നടക്കുക. നിങ്ങൾ NEET UG എഴുതുകയും KEAM പോർട്ടലിൽ അപ്ലൈ ചെയ്യുകയും വേണം. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 വെറ്റിനറി സയൻസ് കോളേജസ് എന്ന് പറയുന്നത് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് മണ്ണുത്തി തൃശ്ശൂരും അതേപോലെ തന്നെ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് വയനാടുമാണ്. കഴിഞ്ഞ വർഷത്തെ റാങ്ക് പരിഗണിച്ചാൽ കഴിഞ്ഞ വർഷം 4284 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റിലെ ലാസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. 4284 എന്ന് പറയുമ്പോൾ നിങ്ങൾ NEET UGയിൽ ഏകദേശം ഒരു 536 മാർക്ക് സ്കോർ ചെയ്യണം ഫോർ ജനറൽ കാറ്റഗറി വെറ്റിനറി സയൻസിന് അഡ്മിഷൻ നേടണമെങ്കിൽ. OBC അതേപോലെ EWS കാറ്റഗറി വരുമ്പോൾ അതിലും കുറഞ്ഞ വളരെ ചെറിയ കട്ട് ഓഫിൽ ചെറിയ റേഞ്ചിൽ സ്കോറുകൾ മാറിക്കൊണ്ടേയിരിക്കും. അതേസമയം നിങ്ങൾ വയനാടാണ് അഡ്മിഷൻ നേടുന്നതെങ്കിൽ 5022 ആയിരുന്നു ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. 5022 എന്ന് പറയുന്നത് ഏകദേശം ഒരു 500 മുകളിൽ വരുന്ന ഒരു റാങ്ക് തന്നെയാണ്. സോ ഇത്രയുമാണ് ശരിക്കും വെറ്റിനറി സയൻസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, കേരളത്തിലെ ഈ 2 കോളേജസും. ഇത് കൂടാതെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിലുള്ള കോളേജസുകളിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ സെക്യൂർ ചെയ്യാവുന്നതാണ്. സോ മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറിനും വെറ്റിനറി സയൻസിനും നീറ്റിൽ പ്രാധാന്യമുണ്ട്. അതും നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.